ചെസ് നമ്പർ 1 ലാലേട്ടൻ്റെ മുണ്ടെടുക്കൽ, ചെസ് നമ്പർ 2 ലാലേട്ടൻ്റെ മീശ പിരിക്കൽ. അങ്ങനെ ഒരു ബബ്ബ ദിലീപേട്ടനും ലാലേട്ടൻ കാമിയോ റോളിൽ എത്തുന്നതാണ്. അങ്ങനെ തകർത്തഭിനയിച്ച ഒരു പടമാണ്. വളരെ ഫാസ്റ്റ് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പടമാണ്. നമ്മൾ റീൽസ് നോക്കുമ്പോൾ ടപ്പ 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 എന്ന് പറയാണ് സീനുകൾ പോകുന്നത്. ഇതിൽ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് റെഫറൻസുകൾ, ഒരുപാട് സിനിമകളിൽ ഒരുപാട് റെഫറൻസ് എടുത്തു വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെയുള്ള ചില സിനിമകൾ എൻജോയ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇത് റെഫറൻസിൻ്റെ അയ്യരുകളിയാണ്. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് സാഹചര്യങ്ങളുമായിട്ടും ആ സീൻസുമായിട്ടും ഒട്ടും അറ്റാച്ച്ഡ് ആവാത്തതുകൊണ്ടുള്ള പല പ്രോബ്ലങ്ങളും അതിനുണ്ട്. ലോജിക്കില്ലാതെ മാഡ്നസ് മാത്രമായിട്ട് കുത്തിക്കയറ്റുന്ന ഒരു പടമാണെന്ന് ഓൾറെഡി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ ലോജിക്കൊന്നും നോക്കാൻ പാടില്ല. പിന്നെ മാഡ്നസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ ഒരു പോയിന്റിൽ പറയുന്നുണ്ട് നമ്മുടെ ദിലീപ് സാറ് ഇച്ചിരി വട്ടുള്ള കൂട്ടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാണുന്നവരെ മൊത്തത്തിലും വട്ടന്മാരാക്കുന്ന ഒരു എൻ്റെ മൂവി ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. പ്ലസ് ഒക്കെ വൻ ശോകമാണ്. കാരണം ഈ ബോംബൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള ആ ഒരു ഭയങ്കര മോശമായിട്ട് തോന്നാറുണ്ട്. ഈ ദളപതി ബോയ്സ് എന്ന് പറഞ്ഞ കുറച്ച് കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് എല്ലാ സിനിമയിലും ഇപ്പോൾ ഇച്ചിരി ഹൈപ്പുള്ള സിനിമകളിൽ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ടീമിനെ നിയോഗിക്കും ഈ നായകനെ പൊക്കി പറയാൻ വേണ്ടിയിട്ട്. ഇതിൽ നിയോഗിച്ചിരിക്കുന്നത് ദളപതി ബോയ്സ് എന്ന് പറയുന്ന കുറച്ച് കുട്ടികളാണ്. ഇവർ വന്നിട്ട് ഇങ്ങനെ ഹൈപ്പ് കയറ്റി വിടും. എന്നിട്ട് നമുക്ക് തന്നെ തോന്നും ഇതൊരു KGFന്റെ അങ്ങനത്തെ ഒരു ബിൽഡപ്പ് ആണല്ലോ എന്ന്. അപ്പോൾ അവർ തന്നെ പറയും ഇതെന്താ KGF എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് ബാലൻസ് ചെയ്യാൻ നോക്കുന്നതാണ്, പക്ഷെ ഏറ്റിട്ടില്ല. റെഫറൻസുകളെ പറ്റി പറയുമ്പോൾ ഒരുപാട് റെഫറൻസ് സ്റ്റാർട്ടിങ് തൊട്ട് കുറേ കുത്തിക്കയറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ദിലീപ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷത്തിലാണ് വരുന്നത്. എന്നിട്ട് പഴത്തൊലി ചവിട്ടാനായിട്ട് വരുന്നു, പക്ഷേ ചവിട്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ പണ്ടേ തൊട്ടുള്ള എല്ലാ സിനിമകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പടക്ക സിനിമകളിലും സ്റ്റാർട്ടിങ്ങിലത്തെ കാര്യമാണ് പറയണേ, പടക്ക സിനിമകളല്ല, സ്റ്റാർട്ടിങ് തൊട്ട് ഈ പഴത്തൊലി തമാശ, അതുപോലെ അരിപ്പൊടി തലയിൽ വീഴുന്നു, അങ്ങനെയുള്ള തമാശ, അതുപോലെ ഇതിലും റിപ്പീറ്റ് മോഡ് ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയാനായിട്ട് അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ അത് വർക്കായിട്ടില്ല. കാരണം അറിയാലോ, ദിലീപേട്ടനാണ്, ചളിപ്പടമായിരിക്കും. റെഫറൻസുകളെ പറ്റി പറയുമ്പോൾ എല്ലാ റെഫറൻസുകളും അത്ര മോശം എന്ന് പറയാൻ പറ്റില്ല. ചിലതൊക്കെ നമുക്ക് കൊള്ളാം എന്നൊക്കെ തോന്നും. ദേവൻ എന്ന നടൻ്റെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാറുണ്ട്. അതെന്താണ് ഇപ്പോൾ പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമുക്ക് കൊള്ളാം. പക്ഷെ അദ്ദേഹത്തിനൊന്നും അതൊരു കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ, എനിക്ക് ആ സിനിമയിൽ തമ്മിൽ ഭേദമായിട്ട് തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ മറ്റ് സിനിമകളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ കൂടിയും അതിൽ കുറച്ച് നമുക്കൊരു ആശ്വാസം തരുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. അദ്ദേഹത്തിൻ്റെ ആസ് യൂഷ്വൽ ഒരു ഇൻ്റർവ്യൂ സ്റ്റാർ എന്നുള്ള പേരിൽ അദ്ദേഹം പറയുന്നു അച്ഛനെയും ബ്രദറിനെയും ഒക്കെ ട്രോൾ ചെയ്താണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ വന്നിട്ടുള്ള ഒരു വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നിലവിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. എന്നിട്ട് അദ്ദേഹം എന്തിനാണ് അത് കുത്തിക്കയറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. ദിലീപ് ഒരു തട്ടിക്കൊണ്ടുപോവൽ ആളുടെ ഒരു ശീലമാണെന്നോ, എന്നിട്ട് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് ആദ്യം കാണിക്കുന്നത്. എന്നിട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കറന്നു എന്ന് പറയുന്ന ഒരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. എത്രത്തോളം അത് സ്ത്രീ വിരുദ്ധമാണ് എന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് അത് അവിടെ ആഡ് ചെയ്തതെന്നും നിലവിലെ സാഹചര്യങ്ങളായിട്ട് നമ്മളങ്ങനെ ചിന്തിക്കുമല്ലോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ആ ഒരു ഡയലോഗ് അവിടെ പ്ലേസ് ചെയ്തത്. പിന്നെ ചളിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എല്ലാ ചളികളും ഈ ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും നോബിയൊക്കെ പറയുന്ന ഒരാളെ എങ്ങനെ കൊന്നു എന്ന് പറയുമ്പോൾ അത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ മോശമാണ്. പിന്നെ അദ്ദേഹം പ്ലാസ്റ്ററൊക്കെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ ബ്രേസ്ലെറ്റ് ഇടുന്നു. പിന്നെ CM-നെ തട്ടിക്കൊണ്ടു പോകുന്നത്, ഈ CM-നെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തോ തൂറാമുട്ടുന്നു, എന്നിട്ട് അത് വലിയൊരു കാര്യമാക്കി എടുക്കുന്നു. അത് ഇങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. അപ്പോൾ എല്ലാവരും അയ്യേ CM-ന്റെ തൂറാമുട്ടേ, അങ്ങനത്തെ ഒരു ഭാവം ഇടുന്നു. അങ്ങനെ മൊത്തം കുറേ ക്രിഞ്ച്. പിന്നെ ഈ ബോംബ് പൊട്ടി പോകുന്നതൊന്നും പറയാതിരിക്കാൻ വയ്യ. സിനിമയിൽ ത്രൂ ഔട്ട് റോളാണ് വിനീത് ശ്രീനിവാസനുള്ളത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകയ്ക്ക് ശേഷം വന്നിട്ട് സാൻഡി മാസ്റ്റർ ഇതിനകത്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു കോമാളി, എല്ലാവരും ഇതിനകത്ത് കോമാളി തന്നെ. ഈവൻ ലാലേട്ടൻ തന്നെ ഒരു വലിയ കോമാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ ഈ ലോകയിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു DJ ഇട്ട് റിയാസ് ഖാൻ വരുന്നുണ്ട്. അതിൽ കുറേ നല്ല നല്ല പാട്ടുകൾ നമ്മുടെ ലെജൻസ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള സോന പോലുള്ള സോങ്സ് ഒക്കെ ഇട്ടിട്ട് ഫുൾ ഫൈറ്റാണ്. അത് ഭയങ്കര അരോചകമാണ്. നമുക്കൊക്കെ കണ്ടിട്ട് കുറേ പേരൊക്കെ, ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോയതുകൊണ്ട് കുറേ പേർക്ക് ഉറങ്ങാനെങ്കിലും പറ്റി. ആ പാട്ടൊക്കെ കേട്ട് എല്ലാവരും ഉറക്കമായിരുന്നു. എനിക്ക് സിനിമയിലെ ഏറ്റവും വലിയ പോരായ്കയായിട്ട് തോന്നുന്നത് മെയിൻ ത്രെഡ്, അതായത് ഈ CM-നെ തട്ടിക്കൊണ്ട് പോകുന്നതാണ് മെയിൻ ത്രെഡ്. ഈ നമുക്കൊരാളെ തട്ടിക്കൊണ്ട് പോകുമ്പോഴും അയാളോട് പക തോന്നുമ്പോഴും ഈ വില്ലനോട് തോന്നേണ്ട ഒരു ദേഷ്യമുണ്ട്. അത് അത്രയും സ്ട്രോങ് ആയിരുന്നല്ലാണ്ട് കഥയ്ക്കൊരു കാതലുള്ളൂ. അതിൽ ദിലീപ് പറയുന്ന റീസണൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരിച്ച് മണ്ണ് കപ്പും. അമ്മേനെ കമൻ്റ് അടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ, എനിക്കറിയില്ല, അതുപോലെയുള്ള റീസണുകളൊക്കെയാണ് അതിൽ ദിലീപ് സാറ് പറയുന്നത്.
അടുത്തതായി പറയാനുള്ളത് ലാലേട്ടനെ കുറിച്ചിട്ടാണ്. സിനിമ ഈ ഒരു ബബ്ബബ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ദിലീപ് സാറിന്റെ മുഖം കാണാൻ വേണ്ടിയിട്ടല്ല എല്ലാവരും പോയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞുള്ള പടക്കപ്പടങ്ങളൊന്നും എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ ഫെയിലിയർ ആയിരുന്നു. അത് പക്ഷേ കേസിൻ്റെ ഇതാന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അല്ല. എല്ലാ സിനിമകളുടെയും നിലവാരം നിങ്ങളൊന്ന് നോക്കണം. അത് എങ്ങനെ ജയിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമ, അതുപോലെ ഒരു സിനിമയൊക്കെ തന്നെയാണ് ഇതും. കുറച്ചും കൂടി എന്താ പറയുക, വേറെ കളർ കുപ്പിയിൽ വന്നു എന്നേ ഉള്ളൂ, വേറെ ഒരു കുപ്പിയിൽ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ക്യാമിയോ ആയിട്ടുള്ള ലാലേട്ടൻ ഇതിലൊരു മെയിൻ ഫാക്ടറാണ് പലർക്കും സിനിമ കാണാൻ പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ അദ്ദേഹത്തിന് വളരെ ഒരു കോമാളി റോളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. എന്താണ് അത് ചെയ്യാനുള്ളത്? ഒരു പക്ക കോമാളിയായിട്ട് മലയാളികൾ തന്നെ അദ്ദേഹത്തെ കാണേണ്ടി വന്നു. മറ്റു ഭാഷകളിൽ അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ മലയാളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇദ്ദേഹം, അതായത് ദിലീപ് സാറ് ഒരു പക്ക നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എങ്കിൽ കൂടിയും അദ്ദേഹത്തിന് മുണ്ടെടുക്കാൻ അറിയില്ല, മുണ്ട് മടക്കി കുത്താൻ അറിയില്ല. മുണ്ടെടുക്കാൻ അറിയില്ല, അതല്ല മുണ്ട് മടക്കി കുത്താൻ അറിയില്ല. അത് ഏത് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ആൾക്ക്. അപ്പോൾ ഇത് ലാലേട്ടൻ പഠിപ്പിച്ചു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ മെയിൻ ഐറ്റം ആണല്ലോ, അത് കാണിക്കണം എന്നെങ്കിൽ കാണിച്ചാൽ പോരെ. കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. അതായത് ചെസ് നമ്പർ 1 ലാലേട്ടൻ്റെ മുണ്ടെടുക്കൽ, ചെസ് നമ്പർ 2 ലാലേട്ടൻ്റെ മീശ പിരിക്കൽ, അങ്ങനെ ഒരു ക്രിഞ്ചാക്കിക്കൊണ്ടാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. ഓൾറെഡി ഇത് വളരെ ഫാസ്റ്റ് ഗോയിങ് മൂവിയാണ്. അപ്പോൾ ഓരോന്നിനും ബാക്ക് ടു ബാക്ക് റെഫറൻസ്, ബാക്ക് ടു ബാക്ക് ക്രിഞ്ച്, ഇത് മാത്രമാണ് സിനിമയിലുള്ളത്. അതിൻ്റെ കൂടെ ഏറ്റവും വെറുപ്പിക്കലിൽ ഒരു 4-മതോ 5-മതോ വരുന്ന സ്ഥാനമാണ് ലാലേട്ടന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് കാട്ടിൽ നിന്നിട്ടുള്ള കുറേ ഫൈറ്റ് ഉണ്ട്, അതും വളരെ മോശമായിരുന്നു. കുറച്ച് നല്ലതെന്ന് പറയാനായിട്ട് ഗോപി സുന്ദറിൻ്റെ അതൊക്കെ നല്ലതായിരുന്നു. VFX വൻ ശോകമായിരുന്നു. ഇതൊക്കെയാണ് സിനിമയെ പറ്റി പറയാനുള്ളത്. ദിലീപിൻ്റെ സിനിമയാവുമ്പോൾ അറിയാലോ, ഓൾറെഡി ദിലീപ് ഹെയ്റ്ററാണ്. കുറേ ദിലീപ് ഹെയ്റ്റേഴ്സും വന്ന് സിനിമ കാണുന്നുണ്ട്. കാരണം ലാലേട്ടൻ എന്നൊരു ഫാക്ടർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ബബ്ബബയുടെ ഓവർ ഹൈപ്പ് കാരണം കൊണ്ട് നമ്മൾ സിനിമ കുറച്ച് പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സ്ക്രീനിൽ കാണുന്നത് ദിലീപാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ദിലീപിനെയോ മീശമാധവനിലെയോ CID മൂസിലെയോ ആ നിഷ്കളങ്കമുള്ള മുഖം നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. അത് എങ്ങനെയാണ് അത് പറ്റുക എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്നാലും സിനിമയായി കാണണം എന്നുള്ള മനസ്സോടു കൂടിയാണ് പോയത്. ആസ്വദിക്കണമെങ്കിൽ ആസ്വദിക്കണം എന്നുള്ളൊരു മനസ്സോടു കൂടിയാണ് പോയത്. പക്ഷേ ഇതുപോലുള്ള അപരാധിച്ച പടങ്ങളാണ് നമുക്ക് മുന്നിലായിട്ട് അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആൾക്ക് മാത്രം കിട്ടുന്നത് എങ്ങനെ ഇത്രമാത്രം ക്രിഞ്ച് പടങ്ങളാവുന്നത്?